ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബീഫ് വെച്ചിട്ടൊരു കറിയും നെയ്ച്ചോറുമാണ്. അപ്പം നെയ്ച്ചോറിക്ക് വേണ്ട സാധനം ഒരു 5 ഏലക്കായ്, 6 കറാമ്പൂവ്, 2 ചെറിയ പട്ട എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എന്താ പറയലെന്ന് അറിയില്ല, ഞങ്ങളിവിടെ ചോറ്റുവായ എന്നാണ് പറയല്. ഇതൊരു 2 ലീഫ് എടുത്ത് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് 1 കിലോ അരിയുണ്ട്. ഇതിന് ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഇത് നെയ്ച്ചോറിലേക്ക് ആവശ്യമായ സാധനങ്ങൾ. പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ടാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. പിന്നെ ബീഫ് കറിയിലേക്ക് 1 കിലോ ബീഫ് കേക്ക് വൃത്തിയാക്കി വെച്ചതാണ്. ഇതിലേക്ക് 3 വലിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക്, ഒരു 5-6 ഇല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചും ചതച്ച് വെച്ചതാണ്. ഒരു 4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉലുവ കുതിരാൻ വെച്ചതാണ് വെള്ളത്തിൽ. 5 അല്ലി കറിവേപ്പില, 2 തണ്ട് മല്ലിയില, കുരുമുളക് പൊടിയാണ് ഇത് ആവശ്യത്തിന് ഇടുക. പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നെയ്ച്ചോറിലേക്ക് പോകാം. ഒരു കുണ്ടുള്ളൊരു പാത്രം, അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക. ഒരു 3 ടീസ്പൂൺ ഉണ്ടാവും ഓയിൽ. അതൊന്ന് ചൂടായി വരട്ടെ. ഇതിലേക്ക് 3 പട്ടയും 5 ഏലക്ക കുത്തിയതും ഒരു 5-6 കറാമ്പൂ ഇട്ടിട്ടുണ്ട്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിലൊക്കെ നല്ല ചൂടായതിലേക്ക് അതിലേക്ക് ആവശ്യമുള്ള കറാമ്പൂവും ഏലക്കായും പട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിന് 2 പാത്രം വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ അരിക്ക് ഈ ഒരു പാത്രം നിറച്ച അരിയുണ്ട്. അപ്പോൾ ഇതിന് 2 പാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം നല്ല ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം പാകത്തിന് ഉപ്പും ഇട്ടിട്ട് അരിയൊക്കെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വെള്ളമൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇനി ഈ കഴുകി മാറ്റി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല വെള്ളമൊക്കെ കുതിരാൻ വെച്ചതേ, വെള്ളമൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക. ചെറിയ ടീസ്പൂണാണ്, അതിന് 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പം നമ്മൾ നെയ്ച്ചോറിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഈ ചോറ്റുവായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി മൂടി വെക്കുക. അപ്പം നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് മൂടി വെക്കുക. നെയ്ച്ചോറ് അവിടെ കിടന്ന് ആകുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള ബീഫ് കറി റെഡിയാക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ല ചൂടായി വരട്ടെ. ബീഫിലേക്കുള്ള ഉള്ളിയൊക്കെ നല്ല വാടി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് മാറ്റി വെച്ച തക്കാളിയും ഇഞ്ചും വെളുത്തുള്ളിയും 3 പച്ചമുളകും ഉണ്ടായിരുന്നു. അത് എല്ലാം കൂടെ തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക.
ഈ തക്കാളി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിൽ കിടന്നിട്ട് നല്ല വെന്ത് വരട്ടെ. കുക്കറിൽ ഒന്ന് എടുത്ത് നോക്കാം. തക്കാളിയും ഉള്ളിയും പച്ചമുളകൊക്കെ നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പട്ട വലിയ ജീരകം. ഇതിൻ്റെ അളവൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ കഴുകി മാറ്റി വെച്ച ബീഫ് ഇട്ട് കൊടുക്കുക. ചെറിയ ടീസ്പൂൺ 2 ടീസ്പൂൺ കുരുമുളക് പൊടി, കുതിർത്ത് വെച്ച ഉലുവ, കുറച്ച് കരിവേപ്പില, പാകത്തിന് ഉപ്പിട്ട് ഇളക്കി മൂടി വെക്കുക. മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുക്കർ മൂടി വെച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ ഇതിൽ കിടന്ന് വേവട്ടെ. അപ്പോൾ ഇതിൻ്റെ ബീഫ് ഒരു 5 വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിൻ്റെ എയറൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കാം.